പാർക്കിൻസൺ അഥവാ വിറരോഗം. ആ രോഗത്തിന്റെ ക്രൂരത എത്രത്തോളമെന്ന് അതനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. സാധാരണ ആ രോഗബാധിതർ ഒരു വീടിന്റെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാറാണ് പതിവ്, സ്വന്തം കാര്യങ്ങൾ പോലും സ്വയം നിർവഹിക്കാൻ കഴിയാതെ. പക്ഷേ ബേബി സതി ഈ ലോകത്തിന്റെ മുഴുവൻ സൗന്ദര്യവും കാണുകയാണ്, അറിയുകയാണ്. ബേബി സതി സംവിധായകൻ ശ്രീപ്രകാശിന്റെ പ്രിയ പങ്കാളി. രണ്ടു പെൺകുട്ടികളുടെ അമ്മ, ഗണിതശാസ്ത്രത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ പഴയ റാങ്ക് ജേതാവ്. തിരുവനന്തപുരത്ത് സർക്കാർ സ്കൂളിൽ പ്രധാന അധ്യാപികയായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ. നാടകങ്ങളിൽ നാടകീയതയേറിയ നാടകം ജീവിതമെന്നാണല്ലോ. ബേബി സതിക്ക് ഇപ്പോൾ പരസഹായമില്ലാതെ ചലിക്കാൻ ബുദ്ധിമുട്ടാണ്. പാർക്കിൻസൺ അഥവാ വിറരോഗബാധ. ജീവിതത്തിന്റെ സമസ്ത സൗന്ദര്യങ്ങളും അപഹരിക്കാൻ പോന്ന അസുഖത്തിന് പക്ഷേ ആ കുടുംബത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അവരുടെ സ്നേഹത്തിനും കരുതലിനും മുന്നിൽ ഓടിച്ചാടി ഊർജ്ജസ്വലരായി നടക്കുന്നവരെക്കാൾ പുറം ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ബേബി സതി ഇപ്പോൾ. ഹിമാലയത്തോളം നീണ്ട യാത്ര, കൈലാസത്തിനു മുന്നിൽ പ്രാർത്ഥന, മാനസരോവറിൽ സ്വയം അർപ്പിക്കുന്ന സ്നാനം. തിരിച്ചെത്തിയിരിക്കുന്നു ബേബി സതി. ഭർത്താവ് ശ്രീപ്രകാശും മകളും കൈത്താങ്ങായപ്പോഴാണ് കൈലാസ സന്ദർശനമെന്ന വലിയ മോഹം 54-ാം വയസ്സിൽ വിറരോഗത്തിന്റെ കാർക്കശ്യങ്ങൾക്കിടയിൽ യാഥാർത്ഥ്യമായത്. ഒന്ന് പിടിക്കാനായിട്ട് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് അത്രേ ആവശ്യമുള്ളൂ. ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവുക, എസ്പെഷ്യലി ഫ്ലൈറ്റുകളിൽ, ചെറിയ ഫ്ലൈറ്റുകളിൽ, ഹെലികോപ്റ്ററുകളിലൊക്കെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ പ്രശ്നങ്ങൾ നമുക്കില്ല. അപ്പോൾ അതിനവർ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയും. പിന്നെ നമുക്ക് ഭാഗ്യമായിട്ട് നമുക്ക് 2 ഡോക്ടർമാരുണ്ടായിരുന്നു. ആ യാത്ര ഒരു തിരിച്ചറിയൽ കൂടിയായിരുന്നു. നമ്മുടെ ആഗ്രഹം ശക്തമെങ്കിൽ പ്രകൃതി മുഴുവൻ അതിനുവേണ്ടി ഗൂഢാലോചന നടത്തുമെന്ന വചനം എത്ര സത്യമെന്നുള്ള തിരിച്ചറിയൽ. പേരറിയാത്തവർ, ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേർ സഹായവുമായി എത്തി. എപ്പോഴൊക്കെ വേണമെന്ന് തോന്നിയോ അപ്പോഴൊക്കെ സഹായങ്ങളുടെ കൈകൾ നീണ്ടു വന്നു. യാത്രാസംഘത്തിലെ എല്ലാവരും ഒരു കൈക്കുഞ്ഞിനെ എന്നതുപോലെ ബേബി സതിയെ പരിഗണിച്ചു, പരിപാലിച്ചു. ഉച്ചയ്ക്കാണ് അവിടെ കുളിക്കുന്നത്. ഉച്ചയ്ക്ക് 1.5 മണിക്ക് പോലും പറ്റി സബ്സീറോ ടെമ്പറേച്ചറാണ് അതിനകത്തുള്ളത്. ആ ഇതിൽ നമുക്ക് കൂടുതൽ സമയം നിൽക്കാനോ ഒന്നും പറ്റില്ല. എനിക്ക് മുങ്ങി കുളിക്കണം, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്മുടെ ഡോക്ടർമാരോട് ഡിസ്കസ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു നോ പ്രോബ്ലം. അപ്പോൾ ഞങ്ങളുടെ സംഘത്തിലുള്ളവരും നമ്മളും എല്ലാവരും കൂടി പുള്ളിക്കാരത്തിനെ അവിടെ മാനസരോവറിൽ മുങ്ങി കുളിച്ചു. ജീവിതത്തിലുടനീളം വെച്ചുപുലർത്തിയ മനോബലത്തിന്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ് ബേബി സതിയുടെ ഹിമാലയ യാത്ര. വിറവാദത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച കാലത്ത് തെല്ലും സങ്കോചമില്ലാതെ നടന്ന് ശബരിമല ചവിട്ടി ബേബി സതി. രോഗം മൂർച്ഛിച്ചതോടെ ചലനശേഷി കുറഞ്ഞു വന്നു. പിന്നെ വീൽചെയറിൽ. അപ്പോഴും പ്രിയപ്പെട്ടവളെ വീട്ടകത്തൊറ്റക്കിരുത്താതെ ശ്രീപ്രകാശ് ലൊക്കേഷനുകളിലേക്കും ആഘോഷ പരിപാടികളിലേക്കും കൈപിടിച്ചു. ഭാര്യയില്ലാത്ത ഒരു യാത്രയും കഴിഞ്ഞ 2 വർഷങ്ങളിൽ ശ്രീപ്രകാശിനുണ്ടായിട്ടില്ല. ഞാനൊരു രോഗിയായിട്ട് അംഗീകരിച്ചിട്ടില്ല ആസ് എ ഫാക്ട്. കാരണം ആ ഒരു ഫിസിക്കൽ ഇനബിലിറ്റി ഉണ്ട്, അത് നമ്മൾ തരണം ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ഇത്തരം ആൾക്കാർക്ക് വേണ്ടത് നമ്മൾ എന്താ പറയുക, സമൂഹത്തിലേക്ക് ജനമധ്യത്തിലേക്കും ഇവർ വരികയാണ് വേണ്ടത്. ഇവരെ നമ്മൾ വേറിട്ട് നോക്കുക, കാണുകയല്ല വേണ്ടത്. എല്ലാ ജോയിന്റിലും നമ്മൾ പോകാറുണ്ട്, എല്ലാ ഇതിലും നമുക്ക് പോകാവുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോകാറുണ്ട്. ഏതു മരുന്നിനേക്കാളും വലുതാണ് ഹൃദയം തൊടുന്ന സ്നേഹം എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ കുടുംബം. മടക്കി വിളിക്കുന്നത് ജീവിതത്തിന്റെ മനോഹാരിതയാണെന്ന തോന്നലിനോളം വലിയ പ്രേരണ മറ്റൊന്നുമില്ല. ശ്രീപ്രകാശ് തന്റെയും ഭാര്യയുടെയും ജീവിതം നല്ല വാർത്തയോട് പങ്കുവയ്ക്കുന്നത് ഇതേ രോഗാവസ്ഥയിലുള്ള മറ്റുള്ളവർക്കും പ്രിയപ്പെട്ടവരിൽ നിന്നും കരുതലും സ്നേഹവും കൂടുതൽ കിട്ടുക എന്ന ലക്ഷ്യവുമായാണ്. കുറെ പണം ചിലവിട്ട് വലിയ യാത്രകൾ നടത്തണമെന്നില്ല, ഒറ്റയ്ക്കാക്കരുത് എന്നാണ്. ഇത്ര കാലവും കണ്ടതെല്ലാം കെട്ടുകാഴ്ചകളാണെന്ന തിരിച്ചറിവിന്റെ ക്രൂരതയിലേക്ക് പ്രിയപ്പെട്ടവരെ തള്ളിവിടരുത് എന്നാണ് ഈ കുടുംബം തങ്ങളുടെ സന്തോഷങ്ങളിലൂടെ നമ്മളോട് പറയുന്നത്.